ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇതാക്കുന്ന എങ്ങോട്ടാ പോകണമെന്ന് പറയണ്ടേ. നമുക്കൊരു വയലുണ്ട്, ആ വയലിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം മീൻസ് മാങ്ങ ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറേ കാലത്തിന് ശേഷം പോവാണ്. വലിയൊരു വെച്ചാൽ വലിയൊരു എന്താ പറയുക, ഒരു നിമിഷങ്ങൾ എന്താ പറയുക, അങ്ങനെയല്ലേ, മിസ്സിങ് ആണ് എന്തായാലും പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ വയലിൽ എന്ന് പറയാൻ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടം പോലെ വയലിലൊക്കെ പോയി മാങ്ങയൊക്കെ പിടിച്ച്, പേരക്ക, മാങ്ങ, അങ്ങനെ സാറ്റുകളി, തൊട്ടുകളി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് വളർന്ന് തന്നെ പറയട്ടോ. അത്രയ്ക്ക് ഒരു വൈബ് തന്നെ അന്നത്തെ കാലത്ത്. നമ്മളെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ സംഭവമല്ലേ, ആ സമയത്ത് നല്ല ഇഷ്ടംപോലെ കളിച്ച് തന്നെ ഒരു വയൽ തന്നെയാണ് നമ്മളെ. അപ്പം അന്നൊക്കെ ഇഷ്ടംപോലെ മാങ്ങ കുടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മാങ്ങയില്ല, വയലും ഇല്ല, അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സും ഇല്ല. അതാണ് കേട്ടോ സത്യാവസ്ഥ. നമ്മൾ കുറേ കാലത്തിന് ശേഷം, നീണ്ട അവധിക്കാലം എന്ന് പറയല്ലേ, അതിന് ശേഷം നമ്മൾ ഇതാക്കണ ഗോ ടു വയൽ. ഓക്കെ, ഇവിടെയൊക്കെ ഇതാ വെള്ളം കയറി നല്ല പോലെ തന്നെ. എന്താ പറയുന്നു, കേടായിക്കേ, വെള്ളം കയറി നല്ലോണം ഇതാക്കണം, നാശകോശായിക്കണോ അല്ലേ, നമ്മളെ ഭാഷയിൽ നാശകോശായിക്കണം. മൊത്തത്തിൽ റോഡൊന്നായിട്ട് പൊളഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ ഒലിച്ചു പോയതാ, പൂളകളൊക്കെ ഇതാക്കണം. കൃഷിയൊക്കെ കൃഷിയൊക്കെ നല്ല ഉഷാറായിക്കണം. ആരടാന്ന് വെച്ചിങ്ങനെ ഇതൊക്കെ പൊന്തിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൂള കപ്പ, മരച്ചീനി അല്ലെങ്കിൽ അല്ലേ എറിഞ്ഞോ, മരച്ചീനി. എങ്ങനെയൊക്കെ ചെറിയ അരുവികളൊക്കെ പോകുന്നുണ്ട്. എന്തോ ഒരു സൗണ്ട് കേട്ടോ ഇവിടെ നിന്ന്. പാമ്പോ ചേരേ പല ഇഴജന്തുക്കളോ ഉണ്ടാവും, ശ്രദ്ധാലുക്കളാവുക. ഓക്കെ, ഓക്കെ സാർ കിടക്കൂ, ഞങ്ങൾ വൈകി വരാം. കവറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഓടാൻ ശ്രദ്ധിച്ചു, അല്ല ഓടാൻ എന്തേനു ഓടാനുള്ള ആദ്യ തയ്യാറെടുപ്പ്, അതിന് തയ്യാറെടുപ്പ് എടുത്തിട്ട് പോവാ. എന്റെ മോനെ പിടിക്കാനേ ഓടുമ്പോ. ഇത് മുളക് മരമാണ് കേട്ടോ, മുളകില്ലാന്ന് തോന്നുന്നുണ്ട്, പൂവുണ്ട് കേട്ടോ. ഇനി ഓടും. എന്റെ മോൻ നോക്കണേ, ഓരാരെയും നോക്കിയില്ലെങ്കിൽ. നല്ല നല്ല കിളികളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടമാണ്. നല്ല സൗണ്ട്, തത്തമ്മാണത് പറക്കുന്ന, കാണുന്നുണ്ടോ ഇതില്, വീഡിയോയില് കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ ഉമ്മി എന്റെ മോനെയും പിടിച്ച് പായും. പൂളയൊക്കെയോ എല്ലാം മറിഞ്ഞു വീണിട്ടോ, ഇന്നലത്തെ കാറ്റിനാണ് ഒക്കെ മറിഞ്ഞു വീണത്. ഇഷ്ടംപോലെ കൃഷികളൊക്കെ ശരിക്കും നശിക്കൂലേ, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കൃഷികളൊക്കെ ഉള്ളതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ എവിടെ കർമ്മൂസ കാണില്ലല്ലോ, എവിടെ പോയി കർമ്മൂസ, അതവിടെ ഉണ്ടല്ലേ. നമ്മളെ പിന്നെ വാഴയും പൂളയും പോകുന്നത് പോലല്ല, ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നവരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഞങ്ങളിതാക്കണം മന്ദം ഇങ്ങനൊന്നും അല്ല. ഇങ്ങനെ ആദ്യത്തെ വയ്യൊക്കെ കേടന്നല്ലോ. വയ്യൊക്കെ അപ്പുറത്തെ പൂളക്കണ്ടത്തിൽ കൂടി ആയിപ്പോയി. ഇവിടെയൊക്കെ വാഴ വന്ന്, അതുകൊണ്ട് വയ്യ നഷ്ടപ്പെട്ടു. ഞങ്ങളെ ഇനി ഇതിൽ കൊടുക്കണം നമുക്ക്. നഷ്ടപ്പെട്ടു ഞങ്ങളുടെ, അതോ വീണ്. ശ്രദ്ധിച്ച് നടക്കുക കേട്ടോ. ഇവിടെ ഒരു പിന്നെ നാരങ്ങന മരല്ലേ എറിഞ്ഞോ, വെട്ടിക്കാനോ, നാരങ്ങ ഉണ്ടാവലൊടിയുണ്ടായിരുന്നല്ലോ. കുറേ കാലം ആയിട്ടോ അതിലൊക്കെ വന്നിട്ട്. ഞാനൊക്കെ ശരിക്കും എൻ്റെ ഒരു മുത്താപ്പൻ്റെ മോളുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. മുത്താപ്പൻ്റെ മോളാണോ പക്ഷെ നല്ല കമ്പനി, നല്ല കൂട്ടാണ്. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വരില്ല കേട്ടോ, വയലിലേക്ക്. ഞങ്ങൾ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കമ്പനി അടിക്കും, മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ കഴിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ വൈബ് ഉണ്ടാവും. ഇതാകട്ടെ ഞങ്ങളെ സ്ഥലത്തിട്ടോ, നമ്മളെ പറമ്പാണത് കാണുന്നത്, പറമ്പല്ല വയലാണ് കാണുന്നത്. അപ്പോൾ ഇതാക്കണ എടപ്പ മാങ്ങ, എന്താ മാങ്ങ ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കാം നമുക്ക്. ഓക്കെ, മഴ പെയ്തിട്ട് ഫുള്ള്
ചളി ബില്ലിയായി കിടക്കട്ടോ. അതാ ഇതാ ഇങ്ങനത്തെ പാളമ്മല്ലേ അമ്മ ചവിട്ടി പോകണ്ടോ. നമ്മൾ വൈക്കളിച്ചിട്ട് മൊത്തത്തിൽ വെക്കും. ഫൗസ് കേട്ടോ? ഹായ് കാക്കച്ചി, ഞാൻ കണ്ടിട്ടില്ല. ഹായ്, ഹലോ, സേ ഹായ് കാക്ക. ഇവിടെ നോക്കണ ആരോ വലട്ടിക്കണ മീൻ കുടിക്കണ്ടോ നോക്കാം. വരി വരി വരി. ഇതാരവിടെ വലട്ട്? ഫൈനസ്കാ കഴിക്കും. മുതാപ്പന്റെ മോനുണ്ട് കേട്ടോ. മോനായിരിക്കും മിക്കവാറും ഇവിടെ വല വിരിച്ചത്. അങ്ങനെ ഒരാളെ ഇവിടെ വല വിരിക്കാനുള്ളൂ. ചിലപ്പോൾ എൻ്റെ അങ്ങളെ ആയിക്കോട്ടോ. മുത്താപ്പൻ്റെ മോനും എൻ്റെ അങ്ങള തന്നെയാണ്. വേറെ കാര്യം നോക്കട്ടെ. മീനെ കുടിയെങ്കിലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാമല്ലോ. ഒറ്റ മീനും ഇല്ല. റഹ്മാൻ ഇനിയിപ്പത്തെ എങ്ങനെ താത്തലെറിനു എങ്ങനെ ഇടണ്ടേ? ഒറ്റ മീനും ഇല്ല കേട്ടോ. ഇട്ടൊക്കെ ചെയ്യാം. ഫൈനാസ്കാർക്കായിരിക്കും മിക്കവാറും. അല്ലാണ്ട് ഇങ്ങനത്തെ സംഭവം ചെയ്യണമെന്നില്ല. ഇതൊക്കെ നിങ്ങളെ മൂത്താപ്പൻ്റെ തന്നെ കേട്ടോ. ഇത് വേറൊരു മൂത്താപ്പൻ്റെ വയലാണ് ഇത്. ഇപ്പം നമ്മളെ വയലിലോട്ട് കിടക്കാം. മാങ്ങയുണ്ടെന്ന് നോക്കാം. ഒന്ന് കുളിച്ചാലോ അല്ലേ? അടിപൊളി, സൂപ്പറായിരിക്കും. ഇതൊരു മാങ്ങ. ഇമ്മലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. കുറച്ച് ഇതിന്മേൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നോക്കാം. കണ്ടോ മാങ്ങ കാണുന്നുണ്ടോ? പിന്നെ വായിച്ചെരുപ്പൂട്ടൊക്കെയാണ് വയലിലേക്ക് വന്നത്. അവിടെ കാരം നിരങ്ങിന് നല്ല പാടുണ്ട്. കാണിച്ചേ, ഇവിടെ കാരം വന്ന് നന്നായിട്ട് നിരങ്ങിയിട്ടുണ്ട്. നായാണോന്ന് അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. നായിപ്പം അങ്ങനെ അറിഞ്ഞല്ലോ അല്ലേ? അവിടെയൊക്കെ മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ. ഇതൊരു മാങ്ങന്മാർ കേട്ടോ. ഇതുമേൽ എൻ്റെ ഇതില്ല. കാരണം ഇതുമേലെ ഞങ്ങൾ കയറല്ല. ഇനി ആദ്യം പണ്ട് ചെറുപ്പത്തിൽ പക്ഷെങ്കിൽ ഞങ്ങളെ വേറൊരു മാവന്മാരുണ്ടേ. അതുമല്ലായിരുന്നു ഞങ്ങളെ കളികളെല്ലാം. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര മിസ്സിങ് ഉള്ള നല്ല നിമിഷങ്ങളുള്ളൊരു മാങ്ങമരമാണ് ഇതാ ഈ മാങ്ങമരം. ഈ മാവമരത്തുമല്ലതാ ഇതിവിടെ ദത്തിവിടെ ഒരു വലിയൊരു കൊമ്പുണ്ടായിന്. ആ കൊമ്പമ്മ പിടിച്ചിട്ട് ഇവിടെ നിലത്തുനിന്ന് ഇങ്ങനൊരു ഈ കൊമ്പമ്മക്ക് ചാടി കയറിയിട്ട് പിന്നെ ഈ കൊമ്പമ്മലിരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊമ്പുകളുണ്ടായി കേട്ടോ. അവിടെയൊക്കെ കയറിയിരുന്ന് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് അവിടെ ഇങ്ങനെ കൊമ്പിങ്ങനെ താഴോട്ടിങ്ങനെ അടക്ക കട്ട് ചെയ്തിക്കണം. അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെ താഴോട്ട് ഈ വയലിലൊക്കെ ഇങ്ങനെ താഴോട്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചാടി കളിക്കുന്നവരുടെ മാങ്ങ പറിച്ച് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചാടി കളിക്കുകയും ചെയ്യും. അന്നത്തെ വൈബ് അടിപൊളിയാണ്. കുറേ ഫ്രണ്ട്സും ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ വൈക്കൊക്കെ ഉണ്ടായി. ഞാൻ ആ മാങ്ങമരത്തുമ്പോൾ വൈകി വീണിട്ടോ. ഇങ്ങോട്ട് വന്നു നല്ല നടന്നിട്ടോ പോകുന്നു. പീപ്പിളി ഒന്നല്ലത്. എന്നിട്ട് അമ്മ പറഞ്ഞ എവിടെ എത്തി. അങ്ങനെ കുറേ അധികം ഫ്രണ്ട്സും അല്ലേ സൈക്കിളും എല്ലാം ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഇത് കാണുന്നൊരു വയലിൻ്റെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം ഇഷ്ടം പോലെ ഞങ്ങൾ ഈ മാമരത്തുമേലൊക്കെ കയറിയിട്ട് കളിച്ചിട്ടുണ്ട്. അന്നത്തെ വെക്കേഷനൊക്കെ നമ്മൾ അവിടെ ഒരു പേരക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. സൈഡിലെ മൂലയിൽ അവിടെ നിന്നൊക്കെ കളിച്ച്. പേരക്കന്മാർ അവിടെ ഉണ്ടല്ലോ ഒരു പേരക്കന്മാരം. നോക്കാം അത് തന്നെയാണോ. അതല്ല എന്തായാലും അത് ഇന്നിപ്പം വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ അതാ വേറൊരു മാങ്ങ മരത്തുമ്പോൾ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. കുറേ കേടായി കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കേടായി കിടക്കുന്നുണ്ട്. ഇതാണ് പിന്നെ എൻ്റെ ഉപ്പാൻ്റെ സ്വത്ത്. എൻ്റെ ഉപ്പാൻ്റെ സ്വത്തല്ലേ ഇത്? ആരുടെ സ്വത്താ? ഇതാണ് കേട്ടോ ഉപ്പാന ഷൂസാണ് കാണാം. ഉപ്പാന ഷൂസ് എവിടെ പോയി? ഇതാണ് നമ്മളെ ഉപ്പാന ഷൂസ്. പണിയെടുക്കുമ്പോൾ ഇടുന്ന ഷൂസ് കണ്ടോ. അതാ വാൻ്റെ മോളെ എങ്ങനെ വെച്ചേക്കാൻ കണ്ടോ. പിന്നെ നമുക്ക് വേറൊരു മാങ്ങ അവിടെ വേറെ എന്തൊക്കെ കൃഷികളുണ്ട്. വാ അവിടെ പോയി കാണിക്കും. ഇവിടുന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ എന്റെ ഫൗസൂനെ പിടിച്ചേ. ഇനി എന്തായാലും മഴ എന്റെ മോനെ ശ്രദ്ധിക്കണം. അതെനിക്ക് നിർബന്ധഹാനിയാ. അതിനെ നോക്കേ. ഇനി നിർബന്ധഹാനിയുടെ ഡയലോഗ് ഇറക്കിയിട്ട് വന്നിട്ട് എന്റെ മോനെ നോക്കിയില്ലെങ്കിൽ തച്ചു ശരിയാക്കും. ഇതാണ് പിന്നെ കുഞ്ഞു വായക്കൊല അല്ലേ?
ഓ കുഞ്ഞുമക്കള് അല്ലോ അതെന്താ ഇനി വലുതാകാം. കൊച്ചുബിന്റെ അതിട്ടുണ്ട് അല്ലേ? അതാക്കണ ഇതിൻ്റെ അത് കൂമ്പ് കൂമ്പ് വായക്കൂമ്പ് അല്ലേ അതിന് പറയാ വായക്കട്ടി. ഞങ്ങൾ പറയാ വായക്കട്ടി. കൂമ്പ് 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 നയിക്കും പറയുമല്ലൊക്കെ. അപ്പോൾ കുഞ്ഞു വായമേൽ കുഞ്ഞു വായക്കൊല ഉണ്ടാക്കിണ്ടോ. അതിന്റെ ബോഡിക്ക് അനുസരിച്ചുള്ള വായ തന്നെ ഉണ്ടായ കൊല. വാഴക്കൊല ഇവിടെ ഒരു പേർക്കന്മാരുണ്ടായിട്ട് ഇത് കാതിരെ കെട്ടിയോണ്ട് പേർക്കന്റെ മരൊക്കെ പോയി മിസ്സായി പോയി. അതോ ഏത് അമ്മിന്റെ ഫ്രണ്ട് വീടല്ല. അതെന്താന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ മൂത്താപ്പന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ. ഞങ്ങൾ അങ്ങനെ വയലിരുന്ന് സംസാരിക്കലുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഇതാക്കണത് അവിടെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അവിടെ മതിൽമലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മഴ ഉള്ളാത്ത സമയത്ത് കേട്ടോ. മഴ ഉള്ളപ്പോ ഭയങ്കര ചീഞ്ഞിട്ടിരിക്കല്ലോ. ഇവിടെ ഞാനൊരു പേരക്കൻ്റെ മരത്തിന്റെ ഇല്ലല്ലേ ഇപ്പം ഇവിടെ ഇടവരുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ നല്ലൊരു മരം എന്നിട്ട് ഇതുപോലെ ചാഞ്ഞിട്ട് നല്ല അത്യാവശ്യം ഉറപ്പുള്ള മങ്ങ മരം ഒന്ന് പേരക്ക മരം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ട് നന്നായിട്ട് ഞാൻ ആടി ഭയങ്കര താത്തി കളിക്കുകയും ഇതതിന് പരിപാടി കേട്ടോ. അന്ന് ചെറിയ കുട്ടിക്കാലത്ത് ഇതൊക്കെ തന്നെയാണ് വൈപ്പ് ഡ്രസ്സ് തന്നെ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ ഫുള്ള് ഫോണിൽ. എൻ്റെ മോനൊക്കെ ഇഷ്ടം പോലെ ഫോണാണോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വേറൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ കാലത്തിലൊക്കെ ഞാനൊക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെച്ചാൽ അന്ന് വെയിൽ കൊണ്ടാൽ കറക്കൂലേനു. അന്ന് വെയിൽ കൊണ്ടാലും ഒരു പ്രശ്നങ്ങളും ഇല്ലേനു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾക്ക് വെയിൽ കൊണ്ടാൽ കറക്കും. ഇനി നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ല പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്കൊക്കെ. വെയിൽ കൊണ്ടാൽ കറക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല, അകത്തിരിക്കണം എന്നൊക്കെയല്ല നമ്മളെ ഇതൊക്കെ. പക്ഷെ നമ്മൾ തന്നു അതല്ലേ കേട്ടോ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൈബ് തന്നെയായിരുന്നേ. പിന്നെ ആത്തച്ചക്ക ഉണ്ട് കേട്ടോ. അതൊക്കെ മൂത്താപ്പൻ്റെ വയലാണേ. ഇത് കാണുന്നൊക്കെ ഈ ആത്തച്ചക്കൻ്റെയൊക്കെയുള്ള കടിച്ചക്ക. ആത്തച്ചക്ക അല്ല, സോറി കേട്ടോ, കടിച്ചക്കയായിരുന്നു കേട്ടോ. ഇത് കടിച്ചക്ക പൗക്കൂലല്ലോ. ഉപ്പേരിയൊക്കെ അല്ലേ, ഉപ്പേരിയും പൊരിക്കുകയും ചെയ്യും കേട്ടോ. അമ്മേ വീണു, ഒരാൾ വീണു. ഞാൻ വരുന്നേക്കെ നടന്നാൽ മോൻ വെക്കും. മോന് നടക്ക്. എനിക്ക് കുറേ നിമിഷം ഇത് പറ്റേ ഇത് പറയാനുണ്ട്. കുറേ കാര്യങ്ങളാണ് എൻ്റെ വ്യൂസിനോട്, എൻ്റെ ഫാമിലിയോട്. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തി തരാം. കണ്ടോ, പറിക്കാൻ നോക്കണം. ഒന്നിങ്ങ് പറിച്ചോ, ടേസ്റ്റ് ഉണ്ടാവില്ല. അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ അത്. അങ്ങനത്തെ ഒരു പുളിയുള്ളൊരു കായാണത്, ഒരു ഫ്രൂട്ടാണത്. ഇതിൻ്റെ പേര് ഞാൻ എന്തോന്ന് യൂട്യൂബിൽ തെറ്റിട്ടുണ്ടേ. ഇതെവിടെ സൂമാക്കിയിട്ടും കാണാൻ പറ്റില്ലല്ലോ. ഓള് പറിക്കും. പണ്ട് ബിറ്റാതെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ പറിച്ച് കഴിക്കാൻ. പക്ഷേങ്കിൽ അതൊരു വലിയൊരു സുഖമുള്ള കായല്ല കേട്ടോ. അമ്മക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നില്ല. മതി, ഒന്ന് മതി, 2 മതി. അമ്മക്കത് പോവില്ല. പിന്നെ കറിവേപ്പിലുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ തൽക്കാലം നമ്മളെ വയലിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അടുത്ത മാങ്ങയിലോട്ട് നമുക്ക് പോവാം. ഉമ്മി കാണിച്ചു കൊടുക്കട്ടെ. ഇടയ്ക്ക് പോയിട്ട് ഇത് പഴുത്തിട്ടില്ല കേട്ടോ. വെരി ബാഡ്. എന്തോ ആകുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ കടിക്ക്. ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ കളഞ്ഞു കേട്ടോ. മോനും കളഞ്ഞു. എന്തോ ഒരു എന്താ പറയാ, എന്തോ ഒരു ചവർപ്പ്. എനിക്ക് വേണ്ടല്ലോ. എൻ്റെ അമ്മേ, കഴിക്കാത്ത അമ്മ വായൊക്കെ ഇടുന്നു. എല്ലാ കളി നമ്മൾ മാങ്ങ പറിക്കാനല്ലേ വന്ന്.
കവറൊക്കെ എടുത്തേക്കണല്ലോ. മാങ്ങ തന്നെ പറഞ്ഞില്ലല്ലോ. കയറി 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 കയറി. സ്മെല്ല് എങ്ങനെ മണക്കറിഞ്ഞു? അങ്ങനെ പറ, സ്മെല്ല് മണക്കുന്നു എന്നൊക്കെ പറഞ്ഞു. മലയാളം ഇംഗ്ലീഷും കൂടി കൂട്ടി വയ്ക്കണെങ്കിൽ എന്താണ്? ആ യൂട്യൂബർ വിചാരിക്കേ. ഓക്കെ നിക്കണേ ദയവ് ചെയ്തിട്ട്. ഉപ്പല്ലേ എന്നോട്ട് വരുമ്പല്ലേ ഉപ്പന്റെ കൂടെ എന്നോട്ട് വന്നിരുന്നു. അപ്പോൾ ഉപ്പ എത്തുവിട്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അവിടെ വെച്ച് പോയെന്ന് ഇവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ. പിന്നെ വാളംപുളിയില്ലേ, ആ ഒരു മരം ഉണ്ടേ. ശരി, ഞാൻ പണ്ട് വന്ന സമയത്ത് അത് കുഞ്ഞെന്ന് വെച്ചാൽ ഇച്ചിരി പോണതാ ഇത്ര പോണ ഒരു മരം ഉണ്ടായിരുന്നേ. ഇവിടെ നമ്മളൊരാൾ കടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ബ്ലഡ് കുടിച്ചിട്ടുണ്ട്. വയലിൽ വേസ്റ്റൊക്കെ തിന്ന് ഒരു ബ്ലഡ് കണ്ടപ്പോൾ മൂപ്പരെന്ത് വിചാരിച്ച് നന്നായിട്ട് എന്നെ കുടിക്കട്ടെ വിചാരിച്ചതാ. അടിപൊളി, അത്യാവശ്യം ബ്ലഡ് സേവ് ചെയ്തിക്കണം. മോൻ എണീറ്റ് തോന്നില്ല, അമ്മ വിളിക്കുന്നു. എടുക്കാം കിടക്കാണല്ലേ. അപ്പം കുഞ്ഞ് പുളിമരായിരുന്നു. അപ്പം അത് വലുതായി ബിഗ് മരായി. ബിഗ്, സ്മോൾ ആൻഡ് ബിഗ്. ഓക്കെ. എങ്ങോട്ടാ അതൊന്നും എടുക്കണ്ട. അടുക്കൊക്കെ ഉപ്പയും ഉമ്മയൊക്കെ എടുത്തോളൂ. നിങ്ങൾ പോര്. ഞണ്ടുണ്ടോ അല്ലേ? പിടിച്ച് കറിയേക്കാം. പൊരിച്ചതിന്റെ ഫൗസിന് ഇഷ്ടം. ഇറച്ചി എച്ചി തിന്നാ മാതിരല്ല നെണ്ടുള്ള ഒരു കുഞ്ഞുമക്കൾ. നമ്മളെ കൊച്ചൂബിന്റെ ആദ്യമുള്ള ഒരു മക്കള് പാവം ചത്തുപോയി. മോനെ റിയാക്ഷൻ അവര് ഞണ്ടിനെ കണ്ടിട്ടുള്ള നമ്മളെ വലിയ കുഞ്ഞ് വലുതായ ഇതിന് പുളിമരം. ഓക്കെ, ഗോ 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 ടു ഗോ ടു ഗോ ടു ഗോ ടു ഗോ ടു. ഈ മാങ്ങ മരത്തുമ്മൽ മാങ്ങല്ല. പണിപാളി. അപ്പം ഇതും ഞങ്ങളൊരു മരമായിരുന്നു. പക്ഷെങ്കിൽ മരത്തുമ്മൽ മാങ്ങ ഇല്ല എന്നാണ് അനിയത്തിക്കുട്ടി പറയുന്നത്. നമുക്ക് ഓള് ആണ് വൈകാട്ടിട്ടോ. നമുക്ക് അടുത്ത് എങ്ങുണ്ട് വയല്? അടിപൊളി, സൂപ്പർ. തേങ്ങ തെങ്ങമ്മൽ തേങ്ങ ഇല്ലാന്നേ ഉള്ളൂ. കുഞ്ഞുമക്കൾ റംബൂട്ടാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു ഇതാക്കണം. റംബൂട്ടാന്റെ മരമാണ് മോനെ. എന്റെ ചെറുപ്പിന്റെ അടിയിൽ ഒരു കൊട്ട ചളിയായി. അതാ ഇമ്മൽ മരത്തുമ്മൽ മാങ്ങ ഉണ്ടല്ലോ റീനു. അതാ മാങ്ങ ഉണ്ട്. 1 പീസസ് മാങ്ങ ഞാൻ കണ്ടു. വേറെ ഇടം ഉണ്ടായിക്കല്ലോ. കൊമ്പിലിരുന്നൊരു ചെങ്ങാതി അല്ലാ, ഉപ്പന്റെ മരം വീണോയോ? ഒരു വാഴക്കൊല വീണെടുക്കുന്നുണ്ട്. ഒരു വാഴയും വീണെടുക്കുന്നു. അതാണ് ഓനങ്ങനെ പറയുന്നത്. ഉപ്പന്റെ മരം വീണെടുക്കുന്നു. ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷിക്ക് സൗണ്ട് മാത്രമേ ഉള്ളൂ. നല്ല മഴക്കാറും മഴന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോണ്ട് കാണുന്നില്ല. സൗണ്ട് ഉണ്ട്. അതൊരു കർമൂസ മരം കേട്ടോ. വീഡിയോ ഇതാക്കണ അടുത്ത മാങ്ങന്റെ സെക്ഷൻ കേട്ടോ. നമുക്ക് ചേലമാങ്ങ. ഇത് ചേലമാങ്ങ അറിയോ? ഇത് ചേലമാങ്ങ തോന്നിട്ടോ. ഇഷ്ടംപോലെ മാങ്ങണ്ടേ. അത്യാവശ്യത്തിനൊക്കെ മാങ്ങയുണ്ട്. മാങ്ങയുണ്ട് 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 മാങ്ങയുണ്ട്.
ഇങ്ങോട്ട് ഏത്ത ഷിഫന്ന് മിണ്ടാണിക്കഞ്ഞ് ഇതൊരു മാങ്ങമര ഉണ്ട്. പിന്നെ വേറെ ഈ ഒരു ചേലമാങ്ങ കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു മാങ്ങയും കൂടി ഉണ്ട്. ആ മാങ്ങ മരത്തുമ്മലും മാങ്ങ ഉണ്ട് കേട്ടോ. ചെറിയ മാങ്ങമരാണ്. ശേഖരം 1, 2 പീസ് എല്ലാത്തുമ്മലും ഉണ്ടെന്ന് പറയണേ കുറേ ഉണ്ട് നല്ല കേട്ടോ. 1, 2 എന്തായാലും ഉണ്ട്. ഇനി ഞാനൊന്ന് മാങ്ങ ഒടിക്കട്ടെ, അല്ലെങ്കിൽ പോവാൻ നേരത്ത് മാങ്ങ ഉണ്ടാവില്ല സഞ്ചിയിൽ. അതുകൊണ്ട് അതൊന്ന് ഒടിച്ചിട്ട് വേഗം വരാം. ഏതാ ഞൊടിക്കണേ? ഈ പഴം തല്ല് എല്ലാത്തുമ്പോൾ തല്ലിയല്ലേ ഉണ്ടാവും. വെള്ളത്തിൽ വീണോട്ടോ. ഞാൻ എടുത്തോളാം, ലാസ്റ്റ് എടുക്കാം മോനെ. ഓരോന്ന് എടുക്കണ്ടേ? ഒന്ന് വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ തല കഴിച്ച് വീട്ടിൽ പോയി കാര്യം വെച്ച് തിന്നാം. ബൈ. ചിഞ്ചു ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയാണെന്ന് കാണുന്നില്ല. ഇത്രയൊക്കെ നമ്മൾ ഫൈനലി മാങ്ങ വെച്ചിട്ടോ. കവറിൽ കൊള്ളായിട്ട് ലാസ്റ്റ് കൈമ പിടിക്കേണ്ടി വന്നിട്ടോ. പപ്പായില്ല നമ്മള് ഗോ ടു ഹോം. ഇത് പിടിക്കതേലിട്, ഒന്നായിലിട്. എടുക്കണേ എന്നോട് തരണതാ. ഇതടുക്ക് മോനെ. നമ്മൾ ഗോ ടു ഹോം, സ്വീറ്റ് ഹോം. നന്നായിട്ട് വരുന്നത് പോലെ അല്ല കേട്ടോ തിരിച്ചു പോണത്. മഴ പൊടിയുന്നുണ്ട്. മഴതാ വെള്ളത്തിലൊക്കെ മഴ വരുന്നതുണ്ട്. മഴ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിലും വെള്ളത്തിലുള്ള കാണിച്ചിരുന്നു, എന്നാലേ പെട്ടെന്ന് മഴ മനസ്സിലാവും. നന്നായിട്ട് ചളി പിളി ഒന്നായിട്ട് അലങ്കൃത ഹാനിയായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുളിച്ചാളാം. സ്വിമ്മിങ് പൂളിലൊക്കെ ഇന്ന് ഇറങ്ങി എന്നല്ല ഒന്ന് അർമാദിച്ച് കുളിച്ചാളാം അല്ലേ ഫുസു? പിന്നല്ല എങ്ങനാ, പിന്നല്ലാണ്ട് നമ്മളാകെ പൊളിക്കും. ഇക്കാലത്ത് ഇതാക്കണം. ഇങ്ങനൊക്കെ പോയാൽ ഇങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും. ചളി പിള്ളിയായിട്ട് മൂന്നക്കണ കാലൊക്കെ മൊത്തത്തിൽ ഡേഞ്ചർ അവസ്ഥയിലായിരിക്കും. ഇനി വേഗം പോവാ, അവിടെ പോവാ, കുളിപ്പിക്കുക, അകത്ത് കയറ്റുക. ഫൈനലി സുപ്പിട്ടൊന്നും കുഴപ്പമില്ല. പുറത്ത് നിങ്ങൾ കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി, എന്നാൽ പിന്നെ അകത്തൊന്നും ചളിയാവില്ല. ഫൈനലി നമ്മൾ വയലിൽ നിന്ന് റിട്ടേൺ അടിച്ചു. നമ്മൾ റോഡ് മുന്നിലോട്ട് കയറി മുമ്പിലോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് ചളിതാ ശരിയാ ഇതാക്കിയ അത്യാവശ്യം നല്ല ചളിയായിട്ടാണ് പോണത്. ഈ വെള്ളത്തിലെങ്ങാനിട്ടെങ്കിൽ എനിക്ക് കളി കഴിക്കാം. എന്നാൽ പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട അതിന് ചളി ഒന്നായിട്ട്. പക്ഷെ വെള്ളത്തിൽ ഇനി അങ്ങോട്ട് ഇറങ്ങിപ്പോകണം, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നേരെ ഹോമിലോട്ട് പോവാം. മോനെ ചാടി പോവേ. തോടൊക്കെ ഒന്നായിട്ട് വറ്റി വരേണ്ട തോടാ ഈ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്. മഴയല്ലോ മഴ പെയ്തപ്പോഴോ മഴയോ എന്ന അവസ്ഥ കേട്ടോ. അത്യാവശ്യം നന്നായിട്ടില്ലേ കവിഞ്ഞൊഴുകുന്നുണ്ട്. പിന്നെ ഒരു ലോഡ് കൊതുകുകൾക്ക് നമ്മളിന്നൊരു ഒത്താണി ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ കൊതുകുകൾ കഴിച്ചിട്ട് മൊത്തം ചോരയിൽ കൂടി ഊറ്റി കുടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മീൻ പൊരിച്ചതിന് മമ്മി അവിടെ പോയിട്ട് ഇവിടുന്ന് നല്ല മീൻ പൊരിക്കുന്നുണ്ടാവും. അതിൻ്റെ സ്മെല്ല് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും മീൻ പൊരിക്കുന്നത്, ഓർമ്മല്ല കേട്ടോ, അത് വേറെ കാര്യം. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. എൻ്റെ ഉമ്മ
എൻ്റെ അമ്മ ഞാൻ വരുമ്പോക്ക് മോൻ അത് അമ്മതല്ല ഓ അമ്മതല്ല നമ്മളെ വരുമ്പോഴേക്ക് പൊരിച്ചാൾട്ടെ വിചാരിച്ച് അമ്മ വേഗം പൊരിക്കേക്കും. കാരണം ചോറിനെ കൂട്ടാൻ നമ്മളെ കൊടുക്കൂല. ചോറിന് കഴിക്കാനാകുമ്പോഴേക്ക് നമ്മൾ അത് പോയി അത്യാവശ്യം കഥയ്ക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോ നല്ല ടയർഡാണ്. ശരി നല്ല ടയർഡായിരിക്കുന്നു. അതോ ശ്രദ്ധിച്ചല്ലേ ആ ചൊറിഞ്ഞിട്ടൂടെ ഒരാൾ നന്നായിട്ട് ചൊറിയണ്ടേ. മാങ്ങ ഇവിടെ സേഫാണ്. മാങ്ങ അവിടെ സേഫാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മീൻ പൊറിക്കാണെന്ന്. സ്മെല്ല് വയലൊക്കെ കിട്ടിയപ്പോ തന്നെ എനിക്കോടി കണ്ട. ഹോ മീന് നല്ല മത്തി മീന് കണ്ണിലിപ്പൊക്കെ പേറി. ടേസ്റ്റ് നോക്കാം കമ്മി കുപ്പിച്ച് തരാം. ഓക്കെ ഡ്രസ്സ് കഴിക്കി നോക്കണം. നല്ല പഞ്ഞിണ്ട് കേട്ടോ. വായിട്ട് പഞ്ഞിണ്ട്. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടോ. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടോ. ആരും കൊതിവിടരുത്. ഞാനെന്തായാലും അപ്ലോഡ് ചെയ്യാൻ സമയമെടുക്കും. അപ്പേക്ക് ഇത് തിന്ന് ഞങ്ങളെ വയറ്റിൽ പോയിണ്ടാവും. എന്താ പുക. അതോ ഞാനാണെ പുക അനുഭവിക്കാത്തവളായത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറാവുന്നുണ്ട് കേട്ടോ. മമ്മി ഇത് കേൾക്കുന്നുണ്ടോ? മമ്മി ഞാനാണെങ്കിൽ പുക ഇത് അനുഭവിക്കാത്തവളായത് കൊണ്ട് എനിക്ക് പുക കണ്ണിൽ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. നീ തിന്നണ്ടാന്നാ? അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ. ഭയങ്കര പുകാഴ്ച ഭയങ്കര പുകണ്ട്. ഭയങ്കര വൃത്തിയിട്ട പുക കണ്ണ് കയറിയിട്ട്. ഇനി നമ്മളത് ടേസ്റ്റ് ഒക്കെ തിന്നിട്ട് വരാം. ഓക്കെ ബൈ ടു യു. അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അടിച്ചു മാറ്റലും ഇവിടെ വെച്ചാൽ പൊള്ളും. അപ്പം ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഇതാക്കണം. ഇതാണ് പെൺപഞ്ഞി. ആൺപഞ്ഞിനെ കാണിച്ചിട്ടേ. ആൺപഞ്ഞി